ഇന്ത്യൻ ഭരണഘടനയിലെ നിർദ്ദേശക തത്വങ്ങൾ ആർട്ടിക്കിൾ 36 മുതൽ 51 വരെയാണ്. പിന്നെ അതിലെന്തൊക്കെ വരുന്നുണ്ട്? സാമൂഹ്യ നീതിയും സാമ്പത്തിക നീതിയും. ആർട്ടിക്കിൾ 38 ജനക്ഷേമം, സാമൂഹിക സാമ്പത്തിക നീതി. ആർട്ടിക്കിൾ 39 ന്യൂലി ആഡഡ് ആണ്. തുല്യനീതി, സമ്പത്തിൻ്റെ വിതരണം, ചൂഷണം ഒഴിവാക്കൽ. ആർട്ടിക്കിൾ 39A സൗജന്യ നിയമസഹായം. ഇതിൽ ഒന്ന് വിട്ടുപോയിട്ടുണ്ട്. ആർട്ടിക്കിൾ 39D അതെന്താണ്? തുല്യ ജോലിക്ക് തുല്യ വേതനം. ഓക്കെ, അത് തൊഴിലും വിദ്യാഭ്യാസവും അതിലും പെടും. സാമൂഹ്യ നീതിയും സാമ്പത്തിക നീതിയും അതിലും പെടും കേട്ടോ. ഓക്കെ, ഇനി ആർട്ടിക്കിൾ 41 തൊഴിൽ, വിദ്യാഭ്യാസം, അർഹമായ സഹായം. ഓക്കെ, ഇനി ആർട്ടിക്കിൾ 42 നീതിയുക്തമായ തൊഴിൽ സാഹചര്യങ്ങൾ. ആർട്ടിക്കിൾ 43 മിനിമം വേതനം. ആർട്ടിക്കിൾ 43A വ്യവസായങ്ങളിൽ തൊഴിലാളി പങ്കാളിത്തം. ന്യൂനപക്ഷ വികസനം ആൻഡ് യൂണിഫോം സിവിൽ കോഡ് കേട്ടോ. ആർട്ടിക്കിൾ 46 ന്യൂനപക്ഷങ്ങളുടെ പുരോഗതി. ആർട്ടിക്കിൾ 47 ജീവിത നിലവാരം ഉയർത്തൽ. ഏകീകൃത സിവിൽ കോഡിൻ്റെ ആർട്ടിക്കിൾ എത്രയാണ്? ആർട്ടിക്കിൾ 44 എല്ലാ മതക്കാർക്കും എന്താണ്? ഒരേ നിയമമാണ് കേട്ടോ. കൃഷി ആൻഡ് പരിസ്ഥിതി. ആർട്ടിക്കിൾ 48 കൃഷി മൃഗസംരക്ഷണം. ആർട്ടിക്കിൾ 48A പരിസ്ഥിതി, വനം, വന്യജീവി സംരക്ഷണം. ആർട്ടിക്കിൾ 49 ചരിത്ര സ്മാരകങ്ങൾ. അപ്പം ഈ ആർട്ടിക്കിൾ 48 എന്ത് വരുന്നത്? നമ്മുടെ ഗോവധ സംരക്ഷണ നിയമം, മൃഗസംരക്ഷണ നിയമത്തിൽ പെട്ട ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 48. അതിലാണ് ഗോവധ നിരോധന നിയമം. അത് ക്വസ്റ്റ്യൻ വരാറുണ്ട് കേട്ടോ. അടുത്തത് 47 ജീവിത നിലവാരം ഉയർത്തൽ. അതിലാണ് മദ്യനിരോധനം. ഓക്കെ, മദ്യനിരോധനം വരുന്നത് ആർട്ടിക്കിൾ 47 ജീവിത നിലവാരം ഉയർത്തൽ അതിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. ഓക്കെ, അതും ചോദിക്കാറുണ്ട്. സിവിൽ കോഡൊക്കെ എപ്പോഴും ചോദിക്കുന്നതാണ് ആർട്ടിക്കിൾ 44. ഇനി ഗ്രാമപഞ്ചായത്തുകളുടെ രൂപീകരണം, അതും ക്വസ്റ്റ്യൻ വരാറുണ്ട്. ആർട്ടിക്കിൾ 40 ഗ്രാമപഞ്ചായത്തുകളുടെ രൂപീകരണം. ഇനി അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷയും ഉറപ്പുവരുത്താൻ വേണ്ടി ആർട്ടിക്കിൾ 51 അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷയും. ഇനി ആർട്ടിക്കിൾ 36 to 37 എന്താ പറയുന്നത്? നിർവചനങ്ങളാണ്. ആർട്ടിക്കിൾ 50 നീതിന്യായ വ്യവസ്ഥയെ വേർപ്പെടുത്തലാണ്. ആർട്ടിക്കിൾ 36 സംസ്ഥാനത്തിൻ്റെ നിർവചനം. ആർട്ടിക്കിൾ 37 തത്വങ്ങളുടെ പ്രയോഗമാണ് കേട്ടോ. ഓക്കെ, ഇനി ആർട്ടിക്കിൾ 36, 37 സംസ്ഥാനം എന്നതിൻ്റെ നിർവചനവും തത്വങ്ങളുടെ പ്രയോഗവുമാണ്. ഇതിൻ്റെ ലോങ് വീഡിയോ വേണമെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, കൂടുതൽ വീഡിയോസ് ഇതിൽ ഞാൻ